മുക്കത്ത് ലോഡ്ജിലെ പീഡന ശ്രമക്കേസിൽ ലോഡ്ജ് ഉടമ ദേവദാസ് കുന്നംകുളത്ത് പിടിയിൽ. അന്വേഷണം അട്ടിമറിക്കാൻ പോലീസ് ശ്രമിച്ചതായി യുവതിയുടെ കുടുംബം ആരോപിക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഈ അറസ്റ്റ് നടന്നിട്ടുള്ളത്. എഫ്ഐആർ ഇട്ടപ്പോൾ യുവതിയുടെ മൊഴി തിരുത്തി എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. യുവതിക്കെതിരെ അപവാദ പ്രചാരണം നടത്തുകയാണെന്നും കുടുംബം പരാതിപ്പെടുന്നു. ഇന്നലെ ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ രീതിയിൽ വ്യാപിച്ചിരുന്നു. തുടർന്ന് മാധ്യമങ്ങളിലേക്കും ഈ ദൃശ്യങ്ങൾ എത്തി. ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന യുവതിയെ ഈ ലോഡ്ജ് ഉടമയും സഹായികളും ചേർന്ന് ഉപദ്രവിക്കാൻ എത്തുമ്പോൾ ഉള്ള വളരെ വളരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള കരച്ചിൽ, അതായിരുന്നു ആ ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, ഇന്നലെ മുതൽ എല്ലാവരും ചോദിക്കുന്നത് ഈ ദൃശ്യങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് അറസ്റ്റ് വൈകുന്നു, ഇയാൾ എവിടെ എന്ന ചോദ്യമായിരുന്നു ചോദിച്ചിരുന്നത്. ഇപ്പോൾ കുന്നംകുളത്ത് നിന്ന് ദേവദാസ് പിടിയിലായി എന്ന വിവരങ്ങൾ വരുന്നു. എന്താണ് കുടുംബത്തിന് ഇക്കാര്യത്തിൽ വലിയ പരാതികൾ ഉണ്ടല്ലോ, എന്താണ് അവരുടെ പരാതിക്ക് അടിസ്ഥാനം? തീർച്ചയായും വലിയ പരാതികളായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ആദ്യഘട്ടം മുതൽ ഈ പരാതി പോലീസിനോട് പറഞ്ഞിട്ട് അത് പൂർണ്ണമായും മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നൊരു പരാതി തന്നെയാണ് കുടുംബം മുന്നോട്ട് വെച്ച പ്രധാന കാര്യം. 3 തവണയായി പോലീസ് ഇതിനകം യുവതിയുടെ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞു. എന്നാൽ ആവർത്തിച്ച് മൊഴി രേഖപ്പെടുത്തുന്നല്ലാതെ പ്രതികളിലേക്ക് പോലീസ് എത്തുന്നില്ല എന്ന ഒരു വലിയ ദുഃഖമാണ് അവർ പങ്കുവച്ചത്. പലപ്പോഴും ഈ പെൺകുട്ടിയുടെ മൊഴിയെ അവിശ്വസിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. എഫ്ഐആറിൽ പോലും തെറ്റായ കാര്യങ്ങൾ രേഖപ്പെടുത്തി എന്ന് കുടുംബം പരാതിപ്പെടുന്നു. കാരണം ആശുപത്രിയിൽ എത്തിയപ്പോൾ കൃത്യമായി തന്നെ മൊഴി നൽകിയതാണ്. ഇത്തരത്തിൽ തന്നെ ആക്രമിക്കാനായി അല്ലെങ്കിൽ പീഡിപ്പിക്കാനായി ശ്രമിച്ചപ്പോൾ കെട്ടിടത്തിന് മുകളിൽ നിന്നും താഴേക്ക് ചാടിയപ്പോഴാണ് പരിക്ക് പറ്റിയിരുന്നത്. പക്ഷേ ബാൽക്കണിയിൽ നിന്നും വീണു എന്നതാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ആ പെൺകുട്ടി പറഞ്ഞത്. അങ്ങനെ എല്ലാ തരത്തിലും പൂർണ്ണമായ നടന്ന കാര്യങ്ങൾ അതേ രീതി പറഞ്ഞിട്ട് പോലും വേണ്ട രീതിയിലുള്ള ഒരു പരിഗണന പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. ആദ്യ ദിവസങ്ങളിലൊക്കെ പ്രതി തന്റെ ഭാഗം ന്യായീകരിച്ച് പെൺകുട്ടിയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലൊക്കെ സംസാരിച്ച സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ആ ഘട്ടത്തിലൊന്നും അറസ്റ്റിനുള്ള ഒരു നീക്കമോ പെൺകുട്ടിയുടെ മൊഴി പൂർണ്ണമായി വിശ്വാസത്തിലെടുത്ത് അതിന് ഉതകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമോ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്ന് തീർത്ത് പറയുകയാണ് ഇന്നലെ നമ്മളോട് കുടുംബം ചെയ്തത്. എന്തായാലും ഈ കുടുംബം പരാതിപ്പെട്ടത് ഒപ്പം ഈ മുക്കം പോലീസ് സ്റ്റേഷനിലേക്ക് വിവിധ രാഷ്ട്രീയ പാർട്ടി സംഘടനകളും മറ്റുമൊക്കെ യുവജന സംഘടനകളും മഹിളാ സംഘടനകളും ഒക്കെ മാർച്ച് നടത്തുന്ന കാഴ്ചയും കണ്ടു. തൊട്ടു പിന്നാലെ വനിതാ കമ്മീഷൻ ഇക്കാര്യത്തിൽ ഇടപെടുകയും റൂറൽ SP യോട് വിശദീകരണം തേടുകയും ഒക്കെ ചെയ്തു. എന്തായാലും വലിയ സമ്മർദ്ദം ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ പോലീസിന് മേൽ ഉണ്ടാകുന്നു. ഇതിനൊടുവിലാണ് ഇപ്പോൾ പ്രതിയെ കുന്നംകുളത്ത് നിന്നും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 3 പ്രതിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ളത്. ദേവദാസൻ, ഈ ഹോട്ടലിന്റെ ഉടമയായ ദേവദാസനും ഒപ്പം 2 ജീവനക്കാരുമാണ്. ഇതിലെ ദേവദാസിനെ കുന്നംകുളത്ത് നിന്നും മുക്കം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്ന വിവരമാണ് നമുക്ക് നൽകാൻ കഴിയുന്നത്. ശ്രീജ, ഈ 3 മാസമായി അവിടെ ജോലി ചെയ്യുന്നതാണ് ഈ യുവതി. ഇവർക്ക് നേരെ പലതരത്തിൽ ഇയാൾ മെസ്സേജ് അയച്ചതൊക്കെ ഈ കുടുംബത്തിന്റെ കയ്യിലുണ്ട് എന്നൊക്കെ കുടുംബം നേരത്തെ തന്നെ പറഞ്ഞതാണ്. എന്നിട്ടും പോലീസിന് എന്തായിരുന്നു ഈ വിഷയത്തിൽ ഒരു നടപടിയിലേക്ക് കടക്കാൻ, അല്ലെങ്കിൽ ഇതൊരു പീഡന ശ്രമമാണെന്ന് വിശ്വസിക്കാൻ പോലീസിന് എന്തായിരുന്നു ബുദ്ധിമുട്ട്? അനീഷ്, അത് തന്നെയാണ് കുടുംബം പരാതിയായി മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം ഒരുപാട് ഡിജിറ്റൽ തെളിവുകൾ ഇതിനകം കുടുംബത്തിന്റെ കൈവശമുണ്ട്. ഈ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ആ കുട്ടി നിലവിളിക്കുന്ന കാഴ്ചയൊക്കെ പൊതുസമൂഹം കണ്ടതാണ്. ആ കുടുംബത്തിന്റെ ഒരു ഗതികേടിൽ നിന്നാണ് അത്തരം ഒരു ദൃശ്യം തന്നെ പുറത്തുവിടേണ്ടത് എന്നാണ് കുടുംബം ഇന്നലെ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. കാരണം പോലീസ് മൊഴിയെ അവിശ്വസിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ എന്താണ് നടന്നതെന്ന് പൊതുസമൂഹത്തോട് ബോധ്യപ്പെടുത്തേണ്ട ഒരു ആവശ്യകതയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും അതുകൊണ്ട് തന്നെയാണ് അത്തരം കാര്യങ്ങൾ ആ പൊതുസമൂഹത്തോട് പറയാൻ തയ്യാറാവേണ്ടി വന്നത്. കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട്. അവ വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പുറത്തുവിടും എന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങിയിരുന്നു. അത്തരമൊരു പ്രഖ്യാപനത്തിനും കൂടെ അല്ലെങ്കിൽ അങ്ങനെ പോലും ആ കുടുംബം മുന്നോട്ട് പോകേണ്ടി വരും എന്ന ഒരു സാഹചര്യത്തിലാണ് ആ വീഡിയോ പുറത്തുവിട്ടത്. ഒപ്പം ഈ വാട്സാപ്പ് ചാറ്റുകളും മറ്റുമൊക്കെ അങ്ങേയറ്റം മോശമായ രീതിയിൽ തന്നെ ഉള്ളതാണ്. കാരണം ആദ്യഘട്ടത്തിൽ ഒരു പിതൃസഹജമായ വാത്സല്യത്തോടുകൂടി ഇടപെടുന്നു എന്ന രീതിയിലാണ് ഈ പെൺകുട്ടിയോട് ഇയാൾ ഇടപെട്ടത്. പെൺകുട്ടിയുടെ കുടുംബത്തെ പോലും പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കുകയും അവരെ ഈ ഹോട്ടലിലേക്കൊക്കെ വരുത്തുകയും താമസിക്കാൻ
സൗകര്യം നൽകുകയും ഒക്കെ ചെയ്തു. അങ്ങേയറ്റം വാത്സല്യത്തോടുകൂടിയുള്ള ഒരു ഇടപെടലാണ് നടത്തിയത്. ഈ അനീഷ്, അത് നമുക്ക് സ്വാഭാവികമായിട്ട് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു. ഈ കുട്ടി വിളിക്കുന്നത് വളരെ അടുപ്പമുള്ള ഒരാളോട് സംസാരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അടുപ്പമുള്ള ആളോട് എന്നെ ഉപദ്രവിക്കരുത് എന്ന് പറയുന്ന രീതിയിലാണ് ആ ശബ്ദം. അത്രയേറെ ബുദ്ധിമുട്ടിക്കുന്നതായിരുന്നു ആ കരച്ചിലൊക്കെ. എന്നിട്ടും ഈ ഫോൺ ഓൺ ആയതുകൊണ്ട് മാത്രം, ഒരുപക്ഷെ റെക്കോർഡായ ഈ ഫോൺ റെക്കോർഡിങ്ങിലായിരുന്നതുകൊണ്ട് മാത്രം പതിഞ്ഞ കുറച്ച് ദൃശ്യങ്ങളാണ് ഈ വിഷയത്തിൽ നിർണായകമാവുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അത്രയേറെ ഒരാശ്രയത്തിന് ഒരാളെ അന്വേഷിച്ച് അങ്ങനെ കരയുന്ന കരച്ചിലാണ് ആ ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇന്നലെ അത്രയേറെ കേൾക്കുമ്പോൾ അത്രയേറെ ബുദ്ധിമുട്ട് ആ ദൃശ്യങ്ങളും വിഷ്വൽസും ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ ഇനി 2 പേരെ കൂടി പിടികൂടാനുണ്ടല്ലോ അനീഷ്. അത് ആ ഹോട്ടലിലെ ജീവനക്കാരാണെന്ന് ആണല്ലോ അറിയുന്നത്. ഇവർക്ക് വേണ്ടി അന്വേഷണം എങ്ങനെയാണ് നടക്കുന്നത്? മുക്കത്ത് ഹോട്ടലിൽ യുവതിക്ക് നേരെയുണ്ടായ പീഡന ശ്രമത്തിൽ ലോഡ്ജ് ഉടമ ദേവദാസ് എന്നയാൾ ഇപ്പോൾ പിടിയിലായിരിക്കുന്നു. ഈ ഹോട്ടലിൽ ജീവനക്കാരിയായിരുന്ന യുവതിക്ക് നേരെ ഹോട്ടൽ ഉടമയും 2 ജീവനക്കാരും ചേർന്നാണ് അതിക്രമം നടത്തിയത്. ആ പീഡന ശ്രമം ചെറുക്കുന്നതിനിടെ ഈ യുവതി ഹോട്ടലിന്റെ മുകളിലത്തെ നിലയിൽ നിന്ന് താഴേക്ക് വീഴുകയായിരുന്നു. അനീഷ് തുടരുന്നുണ്ട്. അനീഷ്, ഈ ഒളിവിലുള്ള മറ്റ് 2 പേർ, അതായത് ഈ ജീവനക്കാർ, ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണവും പുരോഗമിക്കുന്നില്ലേ? തീർച്ചയായും ഇവർക്ക് വേണ്ടിയും അന്വേഷണം പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വൈകാതെ ഇവരിലേക്കും പോലീസ് എത്തുമെന്ന സൂചനകളുണ്ട്. എന്തായാലും പ്രതിയുമായി ഒത്തുകളിക്കുന്നുവെന്ന ആരോപണമാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഓടുന്നത്. ഈ കുറ്റകൃത്യം അറിഞ്ഞപ്പോൾ തന്നെ ഈ പെൺകുട്ടി ഈ ബഹളം രാത്രി 11:30 പെൺകുട്ടി താമസിക്കുന്ന സ്ഥലത്ത് ഈ പ്രതികൾ എത്തുന്നു. അവിടെ മറ്റ് 2 പെൺകുട്ടികൾ കൂടി താമസിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ പെൺകുട്ടികൾ അന്ന് സ്ഥലത്തില്ലാഞ്ഞ ഒരു സാഹചര്യം നോക്കിയാണ് ഈ പ്രതികൾ അവിടെ എത്തിയത്. ഒരുപക്ഷെ ആ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ആ യുവതികൾക്ക് അന്ന് ജോലിയിൽ നിന്നും മാറ്റി നിർത്തിയത് പോലും മനഃപൂർവ്വമാണോ എന്ന സംശയം പോലും കുടുംബം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടാകും. എന്തായാലും വനിതകൾ തന്നെ താമസിക്കുന്ന ഒരു ഇടത്തേക്ക് രാത്രി 11:00 കൂടിയാണ് ഈ പ്രതികൾ എത്തുകയും ഈ കുട്ടിയെ അപായപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത് കയ്യിൽ ഈ മുഖം മറയ്ക്കുന്ന അല്ലെങ്കിൽ ഈ വായ മൂടിക്കെട്ടാനൊക്കെ ഉപയോഗിക്കുന്ന തരം ടേപ്പൊക്കെ കൈവശം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് ഈ ഒരു അപമാനിക്കാനുള്ള ശ്രമത്തിനപ്പുറം അല്ലെങ്കിൽ പീഡിപ്പിക്കാനുള്ള ശ്രമത്തിനപ്പുറം ഒരു കൊലപാതക ശ്രമമാണോ എന്ന് പോലും സംശയിക്കുന്നതായി കുടുംബം പറയുകയും ചെയ്തിരുന്നു. കാരണം ആദ്യഘട്ടത്തിലൊക്കെ പിതൃസഹജമായ വാത്സല്യത്തോടുകൂടി എത്തിയ ആൾ ഒരു കരുതലിന്റെ കരങ്ങളൊക്കെ നീട്ടിയാണ് ആദ്യം മുന്നോട്ട് പോകുന്നത്. ഈ പെൺകുട്ടിക്ക് കണ്ണട വാങ്ങി നൽകുന്നു, മറ്റു സഹായങ്ങളൊക്കെ ചെയ്യുന്നു, കുടുംബവുമായി അടുത്ത ബന്ധം പുലർത്തുന്നു. ഇങ്ങനെ ആദ്യം ഒരു കരുതലും ഒക്കെ ആയാണ് രംഗത്തെത്തുന്നത്. എന്നാൽ പിന്നീടാണ് പതിയെ ഇയാളുടെ ഭാവം മാറുകയും തനിക്ക് തന്റെ ഇംഗിതങ്ങൾക്ക് വഴങ്ങണം എന്ന രീതിയിലേക്കുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. പക്ഷെ ഈ കുട്ടി അപ്പോഴേക്കും ഈ ഒരു അപകടം മണത്തറിയുകയും പൂർണ്ണമായ ഒരു നിസ്സഹകരണത്തിലേക്കോ അല്ലെങ്കിൽ ഇനി കൂടുതൽ ശല്യപ്പെടുത്തിയാൽ ഇയാളുടെ ഭാര്യയോട് കാര്യങ്ങൾ പറയും എന്ന രീതിയിലേക്ക് വരെ എത്തുകയും ചെയ്തു. അപ്പോഴാണ് പിന്നീട് ഭീഷണിയുടെ സ്വരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും ഇക്കാര്യങ്ങൾക്കൊക്കെ പെൺകുട്ടിയുടെ മൊബൈൽ ഫോണിൽ കൃത്യമായ ഡാറ്റകളുണ്ട്. വാട്സാപ്പിൽ ആദ്യ ഘട്ടം മുതൽ വരുന്ന ചാറ്റുകളെ കുറിച്ച് കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. ഈ ആൾ ഈ യുവതിയുമായി സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഭാവവ്യത്യാസം കൃത്യമായി ആ ചാറ്റുകളിൽ അറിയാൻ കഴിയുന്നുണ്ട് എന്ന് കുടുംബം പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും അത്തരം ഇംഗിതങ്ങൾക്ക് വഴങ്ങില്ല എന്ന കൃത്യമായ നിലപാടിലേക്ക് ഈ കുട്ടി പോയതോടുകൂടി പിന്നീട് ഭീഷണിയുടെ സ്വരമായി ഒരുപക്ഷെ ഭാര്യ ഇക്കാര്യങ്ങളൊക്കെ അറിയിക്കും എന്ന് പറഞ്ഞപ്പോഴുള്ള പ്രകോപനമായിരിക്കാം ഇത്തരത്തിലൊരു കൃത്യത്തിലേക്ക് നയിക്കാൻ ഇയാളെ പ്രേരിപ്പിച്ചതെന്ന് സംശയമുണ്ട്. കണ്ണൂർ സ്വദേശിനിയാണ് പെൺകുട്ടി. കേവലം 24 വയസ്സ് മാത്രമാണ് ഉള്ളത്. സാമ്പത്തികമായി അങ്ങേയറ്റം കടുത്ത ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബമാണ്. ഹോട്ടൽ മാനേജ്മെന്റും കഴിഞ്ഞിട്ട് മൂന്നാർ അടക്കമുള്ള ഇടങ്ങളിൽ ജോലി നോക്കിയിട്ടാണ് ഈ മുക്കത്തെ ഈ ഹോട്ടലിലേക്ക് ജോലിക്കായി എത്തുന്നതും. വലിയ പ്രതീക്ഷകളോടുകൂടി തന്നെയാണ് ജോലിക്ക് എത്തിയത്. കുടുംബത്തിന്റെ ഒരു സാമ്പത്തിക പരിമിതികൾ, ഭർത്താവിന്റെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട്, ഇക്കാര്യങ്ങളൊക്കെ കൂടി പരിഗണിച്ചാണ് ഈ കണ്ണൂരിൽ നിന്നും കോഴിക്കോട് വരെ എത്തി അല്ലെങ്കിൽ മുക്കം വരെ എത്തി ജോലിക്ക് പ്രവേശിക്കുകയും ചെയ്ത്. ഈ സംഭവത്തിന് ശേഷം ഈ കുട്ടിയുടെ കുടുംബത്തെ പല രീതിയിൽ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങളും പ്രതി ദേവദാസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ഫോണിൽ വിളിച്ച് പ്രലോഭിപ്പിക്കുന്നതിനും ഒപ്പം ഈ കേസ് ഒത്തുതീർപ്പാക്കുന്നതിനും ഒക്കെയുള്ള നീക്കങ്ങൾ നടത്തി. ഒപ്പം ഈ ഭർത്താവിന്റെ ഫോണിലേക്ക് മറ്റുമൊക്കെ വിളിച്ച് വളരെ മോശമായ രീതിയിലുള്ള ചില സംഭാഷണങ്ങളും ഈ പ്രതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് കുടുംബം പറയുന്നു. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ വരുമ്പോഴും ഒരു നീതി വേണം, അല്ലെങ്കിൽ ഇയാളെ
ഇനിയെങ്കിലും തുറന്നു കാട്ടണം എന്ന നിലപാടിലേക്ക് തന്നെ ആ കുടുംബം എത്തുകയും അക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. എന്തായാലും അതിന്റെ ഒരു ഫലം കൂടിയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും വൈകിയായാലും ഉണ്ടായിരിക്കുന്ന ഈ നടപടി. പോലീസ് കൃത്യമായ ഒരു ഒളിച്ചുകളി ഇക്കാര്യത്തിൽ ഈ സങ്കേതം എന്ന ഈ ഹോട്ടലിന്റെ ഉടമ ദേവദാസുമായി നടത്തിയിരുന്നു എന്ന് തന്നെയാണ് കുടുംബത്തിന് ശക്തമായ പരാതി ഉള്ളത്. മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും ഒക്കെ അടക്കം പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ്. പലവട്ടം ഈ കുടുംബം ഈ ബന്ധുക്കളൊക്കെ ഈ പോലീസുകാരെ പോലീസ് സ്റ്റേഷനുകളിൽ മാറി മാറി പോയി കണ്ടെങ്കിലും തെളിവുകളില്ല എന്ന ഒരു വിശദീകരണമാണ് അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. പക്ഷേ സമ്മർദ്ദം സമ്മർദ്ദം ശക്തമായതോടെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇന്നലെ ഈ ദൃശ്യങ്ങൾ ആവർത്തിച്ച് കാണുമ്പോൾ ഒരു നടപടി എടുക്കാതിരിക്കാൻ കഴിയില്ലായിരുന്നു. വനിതാ കമ്മീഷൻ അടക്കം സ്വമേധയാ കേസെടുക്കുന്ന സാഹചര്യമുണ്ടായി. ഈ സമ്മർദ്ദത്തിനൊക്കെ ഒടുവിലാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ പെൺകുട്ടിയെ ആക്രമിക്കാൻ ശ്രമിച്ച ലോഡ്ജ് ഉടമ ദേവദാസൻ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു. ഇനി 2 പേരെ കൂടി ഈ കേസിൽ പിടികൂടാനുണ്ട്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.